മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ എക്സാലോജി കമ്പനി തുടങ്ങിയത് അമ്മയുടെ പെൻഷൻ പണം കൊണ്ടെന്നാണ് പിണറായിയുടെ വാദം. എന്നാൽ ഈ കമ്പനിയുടെ ക്ലയൻസ് ആരൊക്കെയാണ് എന്നതിലേക്ക് അന്വേഷണം നീളുമ്പോഴാണ് രാഷ്ട്രീയ മാർഗത്തിലെ അഴിമതി പണം വെളുപ്പിക്കാനാണ് സ്ഥാപനം ഉപയോഗിച്ചത് എന്ന് വ്യക്തമാകുക. കഴിഞ്ഞ ദിവസം മാത്യു കോൾനാടൻ നടത്തിയ വെളിപ്പെടുത്തലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ CMRL എന്ന കമ്പനിക്ക് സഹായം ചെയ്തു കൊടുത്തുവെന്നും അതിന് പ്രതിഫലമായി വീണയുടെ കമ്പനി വഴി പണമെത്തിയെന്നും വ്യക്തമാണ്. 1.72 കോടി രൂപയുടെ ഇടപാടാണ് നടന്നതെന്ന് ഇതുവരെയുള്ള അന്വേഷണം ഏജൻസികളുടെ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാണ് താനും. ഇതുവരെ കേന്ദ്ര സർക്കാരിന്റെ 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അന്വേഷിച്ചത്. ആദായ നികുതി വകുപ്പിന്റെ ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡ്, രജിസ്ട്രാർ ഓഫ് കമ്പനി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്, ഈ 3 അന്വേഷണങ്ങളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. 3 വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിഷയം കേരളത്തിൽ ചർച്ചയായത് ഇന്റീരിയം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ മാത്രമാണ്. 2020 നവംബർ മാസം മുതൽ വീണയുടെ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു. കർണാടക ROCയുടെ അന്വേഷണമായിരുന്നു നടന്നത്. അന്നെല്ലാം പലതവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചു. കൂടാതെ വിശദീകരണങ്ങളും തേടി. എന്ത് സോഫ്റ്റ്വെയർ സഹായം നൽകി എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയെങ്കിലും അതിനൊന്നും വ്യക്തമായ മറുപടി നൽകിയില്ല. GST അടച്ചിട്ടുണ്ട് എന്ന വിശദീകരണമാണ് വീണയുടെ കമ്പനി നൽകിയത്. 2021 ജനുവരി 9-നാണ് ആദ്യ നോട്ടീസ് അയച്ചത്. തുടർന്ന് 22/7/22 തീയതി വീണയുടെ കമ്പനി നോട്ടീസിന് മറുപടി കൊടുത്തു. തുടർന്ന് 11/8/2023 പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ വീണയ്ക്കും കമ്പനി ഓഡിറ്റർക്കും അയച്ചു കൊടുക്കുന്നു. തുടർന്ന് 8/9/2023 വീണ തൃപ്തികരമല്ലാത്ത ഒരു മറുപടിയും നൽകുന്നു. 29/12/2023 കമ്പനീസ് ആക്ട് പ്രകാരം കേസെടുക്കുകയും അന്വേഷണം വിപുലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് ഇങ്ങോട്ട് വിവിധ ഘട്ടങ്ങളിൽ ROC നടത്തിയ അന്വേഷണ വിവരങ്ങളാണ് സത്യവാങ്മൂലത്തിൽ പറയുന്നത്. എന്തുകൊണ്ടാണ് അന്വേഷണം നടത്തുന്നത് എന്നതടക്കമുള്ള വിവരങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ കമ്പനിക്കെതിരെ ROC അന്വേഷണം നടക്കുന്നുണ്ട് എന്നും അതുകൊണ്ട് SFIO അന്വേഷണം വേണ്ടെന്നും കാണിച്ച് സമർപ്പിച്ച ഹർജിയിൽ ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. ഇത് വീണയ്ക്ക് തന്നെ കുരുക്കാകുമെന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. ഇതോടെ SFIO നടത്തിയ പ്രാഥമിക അന്വേഷണത്തിന്റെ വിശദാംശങ്ങളും കോടതിയുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ SFIO അന്വേഷണം കോടതി സ്റ്റേ ചെയ്യാനുള്ള സാധ്യതയും കുറവാണ്. ഈ വിവരങ്ങളൊന്നും അന്ന് മാധ്യമങ്ങളിൽ നിന്ന് വന്നിരുന്നില്ല. വീണയുടെ കോടതിയിലെ വാദങ്ങൾ തന്നെ CPMന്റെ രാഷ്ട്രീയ പ്രതിരോധത്തെയും തകർക്കുന്നതാണ്. ഇപ്പോൾ കണ്ടെത്തിയ 1.72 കോടിക്ക് അപ്പുറത്തേക്കും അന്വേഷണം നടക്കുമെന്ന് ഉറപ്പാണ്. വീണയുടെ കമ്പനി സമാനമായ മാർഗത്തിൽ മാസപ്പടി വാങ്ങിയിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും അന്വേഷണ പരിധിയിലേക്കാണ് നീങ്ങുന്നത്. കേസുമായി സഹകരിക്കാനാണ് എക്സാലോജിക്കിന് ഹൈക്കോടതി നൽകിയ നിർദ്ദേശം. ഇതിനൊപ്പം അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികൾ പാടില്ല എന്നും വിധി വരുന്നതുവരെ അത്തരം നീക്കങ്ങൾ നടത്തരുത് എന്നും കമ്പനികാര്യ വകുപ്പിനും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്ക് ആശ്വാസമാണ്.